ഹായ് ഫ്രണ്ട്സ്, ജെനീസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഞായറാഴ്ചത്തെയും തിങ്കളാഴ്ചത്തെയും ഉൾപ്പെടുത്തി ക്രിസ്മസിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ കുറച്ച് വിഭവങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ഞാൻ എന്തൊക്കെയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന്. പോകാം വീഡിയോയിലേക്ക്. ആദ്യം ക്രിസ്മസിൻ്റെ തലേദിവസം സൺഡേയിലാണ് ഞാൻ മീൻകറി തയ്യാറാക്കി വെക്കുന്നത്. ഇതിനു വേണ്ടി ഞാൻ തള മീനാണ് എടുത്തിരിക്കുന്നത്. അത് വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് എണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയാണ്, കടുക് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായി ഇഞ്ചിയും ഉള്ളിയൊക്കെ മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുളക് പൊടി എടുത്തിട്ടുണ്ട്, കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. പൊടിയൊന്ന് എണ്ണയിലിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ പുളി കഴുകി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ഒഴിച്ച് അരപ്പൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ തെളിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് പുളിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ഗ്രേവി ആവശ്യമുള്ളത് അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും അതേപോലെ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ കടുക് പൊട്ടിക്കുമ്പോൾ മുഴുവനുള്ള ഉലുവ ചേർത്ത് പൊടിച്ചെടുത്താലും മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മീൻകറി റെഡിയാവും. അപ്പം ഞാനത് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അന്ന് തന്നെ ഞാൻ ഇറച്ചിയും വേവിച്ച് വെക്കുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പം നല്ല കറുത്ത കളറിലേക്കുള്ള ബീഫ് ഫ്രൈ ആണ് ഞാൻ തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർക്കുന്നുണ്ട്. ഞാൻ കുറച്ച് മസാലയും മാത്രമേ ചേർക്കുന്നുള്ളൂ, കാരണം കുറച്ച് ഇതിൽ നിന്നെടുത്ത് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മസാല ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് തിരുമ്മി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിൽ അടച്ച് അങ്ങ് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കുവാണ്. ഒരു 6 വിസിൽ ഞാൻ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് എളുപ്പം ഇറച്ചിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 6 വിസിൽ അടുപ്പിച്ച് തീ ഓഫ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് തന്നെ അങ്ങ് ഉലർത്തിയെടുക്കാം. കുറച്ച് ചൂടാക്കി എടുത്താലേ അത് നമുക്ക് ഒരു ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടുകയുള്ളൂ. അതിനുവേണ്ടി ചീനിച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഒരു പിടി തേങ്ങാക്കൊത്തി ഞാനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് സവാളയും ചെറിയ ഉള്ളിയും ഞാൻ ചേർക്കുന്നുണ്ട്. അത് രണ്ടും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അതും ഇട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരാൻ വേണ്ടി കുറച്ചുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ലേശം ഉപ്പ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് നന്നായിട്ട് ഈ സവാളയെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടി, മല്ലിപ്പൊടി 2 സെയിമാണ് എടുത്തിരിക്കുന്നത്. 1.5 ടീസ്പൂൺ വെച്ചാണ് എടുത്തിരിക്കുന്നത്. അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ബീഫ് മസാല, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് ഇതിനുള്ളിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പം ഈ പൊടികളുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിയുന്നുണ്ട്. നമുക്കിതിലേക്ക് ബീഫ് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം കൂടെ ഇറങ്ങും. അതോടെ ചേർത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ബീഫ് ഓൾറെഡി നന്നായിട്ട് വെന്തത് കൊണ്ട് നമ്മൾ ഫ്രൈ ആക്കി എടുക്കുകയാണെന്നുള്ളത് കൊണ്ടും ഇത് നന്നായിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ഇത് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിച്ചതും കുറച്ച് ഗരം മസാലയും കൂടി കറിവേപ്പിലയും ചേർത്ത് കുറച്ച് എണ്ണയോട് ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇത് ചെറിയ തീയിൽ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഒരു 2-3 വട്ടം നമ്മൾ ഇത് ഇപ്പം ഓൾറെഡി നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ടെങ്കിലും കുറച്ച് ഒരു 2 വട്ടം ഒന്ന് ചൂടാക്കി എടുക്കുമ്പോൾ നല്ല കറുത്ത കളറിൽ തന്നെ നമുക്ക് ബീഫ് ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. ഇനി അടുത്തത് കുമ്പളങ്ങ ചേർത്ത മോരുകറിയാണ്. അതിനുവേണ്ടി ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങ എടുത്ത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 6 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം.
മോരുകറിയൊക്കെ തലേദിവസം വെച്ചാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കുമ്പളങ്ങയൊക്കെ വെന്ത് കഴിയുമ്പം നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അരപ്പ് ചേർത്ത് കൊടുക്കുമ്പം അരമുറി തേങ്ങ, അതിലേക്ക് 1 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ലേശം മഞ്ഞൾപ്പൊടി, ചെറിയതായ കാരണം ഒരു 3 അല്ലി വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തതാണ്. ഇപ്പം ഓൾറെഡി ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്, ഇനി വെള്ളം ചേർത്ത് കൊടുക്കല്ലേ. ഈ അരച്ചെടുത്ത മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിന് തൈര് എടുത്ത് അതൊന്ന് ഉടച്ച് അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇത്ര മാത്രമേ, ലേശം മിക്സിയുടെ ജാറ് കഴുകി ലേശം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാവുകയോ ചെയ്യാവൂ. ഇതിലേക്ക് ജീരകപ്പൊടിയാണ്, നല്ല ജീരകത്തിൻ്റെ വറുത്ത് പൊടിച്ചതാണ്, അത് 1 ടീസ്പൂൺ. അതേപോലെ 1 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം. ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കടുക് പൊട്ടിച്ചതിന് ശേഷം താളിച്ച് നമുക്കിതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോര് കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം. ഇതിനിടയ്ക്ക് മോന് ചോക്ലേറ്റ് കേക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതും ഞാൻ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ അതിനെ ഒന്ന് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രിസ്മസിൻ്റെ ദിവസം രാവിലെയാണ് അപ്പത്തിന് ഞാൻ തയ്യാറാക്കി വെക്കുന്നത്. ഈസ്റ്റ് നല്ലതായതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 കപ്പ് അരി വെള്ളത്തിൽ തലേദിവസമായിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴുകി വാരി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു. അതിലേക്ക് 1/2 കപ്പ് തേങ്ങ, 1 ടീസ്പൂൺ ഈസ്റ്റ്, 3 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1/2 ടീസ്പൂൺ ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഞാനൊന്ന് അരച്ചെടുത്തതാണ്. ലേശം അരി ആദ്യമേ അരച്ചതിന് ശേഷം അതൊന്ന് കപ്പി കാച്ചിയതുകൊണ്ടായിരുന്നു, അതും തണുത്തതിന് ശേഷം ഇതിലേക്കിട്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ്. അപ്പോൾ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെക്കാം. കറക്റ്റ് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, ഇത് ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് മൂടി വെച്ച് ഒരു 3/4 മണിക്കൂർ തൊട്ട് 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്കും പാലപ്പമാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് മൂടി വെച്ച് കൊടുക്കാം. ഈ സമയം കൊണ്ട് പാലപ്പത്തിനൊരു വെജിറ്റേറിയൻ കുറുമയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ ഞാൻ ഇട്ടേക്കാം. കറി തയ്യാറായ സമയം കൊണ്ട് നമുക്ക് അപ്പം ഉണ്ടാക്കാനുള്ള മാവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കലക്കി എടുക്കുമ്പം പഞ്ചസാരയുടെയോ അല്ലെങ്കിൽ ഉപ്പിൻ്റെയോ കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതൊന്ന് കലക്കി ചുട്ടെടുത്താൽ മതി. അപ്പം ഞാൻ ഒരു ചട്ടി വെച്ചിട്ട് ഇത് നമുക്ക് ചൂടായി കഴിയുമ്പം അതിലേക്ക് ഒരു 2 തവി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്ന് ചുറ്റിച്ച് നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. ഒരു ചുറ്റിച്ച് വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ അപ്പം റെഡി ആയിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പാലപ്പവും ഈ വെജിറ്റേറിയൻ സ്റ്റൂവും അതിനോടൊപ്പം തന്നെ ചായയുമായിരുന്നു ഉണ്ടാക്കിയത്. അപ്പം ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ ബാക്കി നമ്മൾ ക്രിസ്മസിൻ്റേതായിട്ടുള്ള അടുത്ത കറികൾ തയ്യാറാക്കി എടുക്കണമല്ലോ. ഇതിനോടൊപ്പം തന്നെ ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നു, അതൊന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു മെഴുകുവരട്ടിക്ക് വേണ്ടി അച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്തിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാളയും പച്ചമുളകും ലേശം വെളുത്തുള്ളി, സാധാരണ ഞാൻ ഈ മെഴുകുവരട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് ചതച്ചിടും. ഒരു 1-2 അല്ലി മാത്രം, നാടൻ വെളുത്തുള്ളി ആയതുകൊണ്ട് എപ്പോഴും ചെറുതായിരിക്കും കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ചതച്ചിട്ടു. അപ്പോൾ ഇതൊന്ന് വഴന്ന് വന്ന് കഴിയുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും പിന്നെ ഇപ്പം കറിവേപ്പിലയും അതോടൊപ്പം തന്നെ വറ്റൽമുളക് ചതച്ചതാണ്, അതൊരു 1 ടീസ്പൂണ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പം അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അച്ചിങ്ങ ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇളക്കി, ഒട്ടും വെള്ളം ഒഴിക്കാതെ. ഇപ്പം നോൺ സ്റ്റിക്ക് പാനായ കാരണം കുഴപ്പമൊന്നുമില്ല, അടിക്കൊന്നും പിടിക്കില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓൾറെഡി ഇതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ പറഞ്ഞു പോകുന്നത്. മൂടി വെച്ച് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അപ്പം നന്നായിട്ട് ഇവിടെ പയർ നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനി ഇടയ്ക്കൊക്കെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അടുത്തത് പാവയ്ക്ക ഫ്രൈ ആണ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പാവയ്ക്ക ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് കയ്പ്പൊക്കെ ഉണ്ട് സാധാരണ ഇട്ട്. അതുകൊണ്ട് ഞാൻ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒന്ന് പുരട്ടിയെടുത്തതിന് ശേഷം എണ്ണയ്ക്കകത്തിട്ട് നന്നായിട്ട് വറുത്ത് കോരുവാണ്.
അപ്പോൾ നമുക്ക് കുറച്ച് കയ്പ്പ് കുറഞ്ഞിരിക്കുകയും ചെയ്യും, പണി എളുപ്പവുമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയാണ് ഇപ്രാവശ്യത്തെ പാവയ്ക്ക ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ വറുത്ത് കൂടിയതിന് ശേഷം ബാക്കിയിരിക്കുന്ന നമ്മൾ ഇതേപോലെ വറുത്ത് കോരിയെടുക്കാം. ഇനി അടുത്തത് ചിക്കൻ ഒന്ന് റോസ്റ്റാക്കി എടുക്കുകയാണ്. ചിക്കൻ മൺഡേ രാവിലെയാണ് വാങ്ങിയത്. അപ്പോൾ ഒന്ന് ഒരു റോസ്റ്റ് പോലെയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതിനുവേണ്ടി ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തൊന്ന് തിരുമ്മിയെടുത്തതിന് ശേഷം ഒരു പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. കുറച്ചൊന്ന് ഷാലോ ഫ്രൈ ആയിട്ടൊന്ന് ചെയ്തെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടൊന്ന് നമുക്കിതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് വെന്തിട്ടുണ്ട്. അത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കത് കോരിയെടുക്കാം. ഇതിലേക്ക് തന്നെ നമുക്ക് സവാളയും ഉള്ളിയൊക്കെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പം ചിക്കൻ കോരി മാറ്റിയതിന് ശേഷം അതേ പാനിലേക്ക് തന്നെ വെളിച്ചെണ്ണ അതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാളയൊക്കെ വാടുമ്പം തക്കാളിയും കറിവേപ്പിലയൊക്കെ ചേർത്ത് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളി വാടി കഴിയുന്ന ഇതിലേക്ക് ഇനി മസാലകൾ ചേർത്ത് കൊടുക്കാം. അധികം മസാലകളൊന്നും ചേർക്കുന്നില്ല. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചിക്കൻ മസാലയും മാത്രമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് കാശ്മീരി മുളക് പൊടിയാണ്. അതേപോലെ തന്നെ ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കാം. അതും പൊടിയുടെ പച്ചച്ചുവയൊക്കെ മാറുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന്, ഓൾറെഡി നമ്മൾ ചിക്കൻ വറുത്താണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്രേവിക്ക് ലേശം ചിക്കൻ കുറച്ചുകൂടെ വേകാനുണ്ട്. അതിനൊരു കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വറുത്തപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ലേശം കുരുമുളക് പൊടിയും ഗരം മസാലയും പൊടിച്ചതും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുന്നതാണ് നമ്മുടെ ഗ്രേവിയൊക്കെ പറ്റി നന്നായിട്ട് നമ്മുടെ ചിക്കൻ നല്ല റോസ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചിക്കൻ റോസ്റ്റ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. അപ്പോൾ ഇവിടെ ഞാൻ ലാസ്റ്റായിട്ട് ചെയ്യുന്നത് കട്ട്ലേറ്റാണ്. അപ്പോൾ കട്ട്ലേറ്റിനുള്ള മസാലയെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നു. മസാല ഇവിടെ റെഡിയാക്കി എടുത്തു. അതിനുശേഷം അത് ഓവൽ ഷേപ്പിലോ റൗണ്ടിലോ നമുക്ക് പരത്തിയെടുക്കാം. അതിനുശേഷം മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം റസ്ക് പൊടിയോ ബ്രെഡ് പൊടിയോ നമുക്കെടുക്കാം. അതിലൊന്ന് കോട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് അതൊന്ന് പിടിച്ചിരിക്കും. അപ്പം ഞാനിവിടെ ഈ കട്ട്ലേറ്റിനുള്ളതും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എണ്ണ ചൂടായി കഴിയുമ്പം അതിലേക്കിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു സൈഡൊന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ മറു സൈഡ് തിരിച്ചിട്ട് നമുക്ക് ഫ്രൈ ആക്കാം. അപ്പോൾ ഇന്നത്തെ ഓൾറെഡി എല്ലാം കുക്കായ കാരണം പെട്ടെന്ന് തന്നെ അപ്പുറം മാത്രം ഒന്ന് ഫ്രൈ ആയി മതി. അപ്പം കട്ട്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാ ക്രിസ്മസിനുള്ള എല്ലാ വിഭവങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കഴിക്കാനുള്ളതാണ്. ഇതിനിടയ്ക്ക് കട്ട്ലേറ്റ് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ പോയി കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതൊരു ചട്ടിച്ചോറായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. ആദ്യമേ നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം. ചോറിട്ട് നന്നായിട്ടൊന്ന് നിരത്തിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തലേദിവസം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മീൻകറി ആദ്യമേ വെച്ച് കൊടുക്കാം. അതോടൊപ്പം പിറ്റേ ദിവസം 2 ചൂടാക്കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ബീഫ് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതേപോലെ ചിക്കൻ റോസ്റ്റ് വെച്ച് കൊടുക്കാം. അച്ചിങ്ങ മെഴുക്കുവരട്ടി വെച്ച് കൊടുക്കാം. പാവയ്ക്ക ഫ്രൈ ആണ് ഇനി വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിനൊപ്പം തന്നെ ഞാൻ മീൻ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ചിക്കനും ഫ്രൈ ചെയ്തിട്ടുണ്ട്, അതും വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ തലേദിവസം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മോരുകറി അതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ക്രിസ്മസ് അല്ലേ, നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ട്ലേറ്റും അത് കൂട്ടി കഴിക്കാനുള്ള ചള്ളാസും വെച്ച് കൊടുക്കാം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് അച്ചാറൂടെ വെച്ച് കൊടുക്കാം. ലെമൺ പിക്കിളാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഞാൻ ഉണ്ടാക്കിയത്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.